പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവിക അംഗീകാരവും ദൈവിക പദ്ധതിയും ദൈവിക അധികാരവും നഷ്ടപ്പെടുത്തിയ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്തെ വീണ്ടെടുക്കുവാൻ ക്രിസ്തു കാൽവറിയിൽ മരിച്ചു. അതെയാ, ഇന്ന് അത് ലോകം സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ദിവസത്തിൽ ക്രൂശീകരണത്തിൻ്റെ ശക്തി എന്ത്, ക്രൂശിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വിടുതലെന്ത് എന്ന് നാം ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്നത് നന്നായിരിക്കും. 1 കൊരിന്ത്യലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അതെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ലോകത്തിലുള്ള പലർക്കും അതിനെ അംഗീകരിക്കുവാൻ കഴിയാത്ത നിലകളിൽ അത് ഒരു തകർച്ചയായി മാറുകയാണ്. എന്നാൽ നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായി നിൽക്കുമ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് ക്രൂശിൻ്റെ വചനം എന്ന് നാം മറന്നു പോകരുത്. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ മേൽ രോഗശക്തിയായി, അത്ഭുതമായി, വിടുതലായി, ദൈവിക അധികാരമായി, സ്വർഗീയ നന്മയായി, ദൈവിക സമാധാനമായി എന്ന് വേണ്ട നാം ജീവിതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മണ്ഡലത്തിലും ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി നമുക്ക് ജീവനും ചൈതന്യവും നൽകി നമ്മെ ജയാളികളായി നടത്തുന്ന ഒന്നാണ്. അതെ, ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് നാം വിശ്വസിക്കുമ്പോൾ നാം ഒന്നാമതായി ഗ്രഹിക്കുക, ക്രൂശിൻ്റെ ശക്തി ശത്രുവിനെ തകർക്കുകയും ദൈവിക പദ്ധതിയെ നിറവേറ്റുകയും ചെയ്തു എന്ന് നാം മറന്നു പോകരുത്. പിന്നെയും രണ്ടാമതായി നാം മനസ്സിലാക്കുക, ശത്രുവിൻ്റെ പദ്ധതിയെ തകർത്ത് ക്രൂശിലൂടെ ജയം നേടിയ ദൈവിക അധികാരമാണ് ക്രൂശിൽ കർത്താവ് നേടിയെടുത്തത്. പലപ്പോഴും ലോകത്തിൻ്റെ ബുദ്ധിക്ക് അത് നിരക്കാത്ത നിലകളിൽ, അത് അംഗീകരിക്കാത്ത നിലകളിൽ ലോകം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത നിലകളിൽ പാപത്തെ, പാപിയെ, രോഗത്തിൻ്റെ ശക്തിയെ, അതിൻ്റെ സകല അധികാരങ്ങളെയും ക്രൂശിൻ്റെ വചനം നിർജീവമാക്കിയെന്ന് നാം മറന്നു പോകരുത്. അതെ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ അതുവഴി കടന്നു പോകുന്നവരെല്ലാം ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി അപമാനിക്കുകയും നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരികയും ചെയ്യുക എന്ന് തന്നെ കളിയാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതെ, കളിയാക്കുന്ന ലോകത്തിൽ, അപമാനിക്കുന്ന ലോകത്തിൽ ക്രൂശിൽ നിന്ന് 3-ാം ദിവസം കല്ലറയിൽ എത്തപ്പെട്ടതിന് ശേഷം 3-ാം ദിവസം യേശു ഉയർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, ആ ചുറ്റുപാടുകളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ദേശത്ത് മുഴുവൻ ഇരുട്ട്. അതേ, ദേശത്ത് മുഴുവൻ പ്രകൃതിക്ഷോഭം, വ്യത്യസ്തങ്ങളാകുന്ന സമ്മർദ്ദങ്ങൾ ഒത്തിരി അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു തന്നെ ദൈവപുത്രൻ എന്ന് നാം വിശ്വസിക്കേണ്ടതിനാണ്. മൂന്നാമതായി നാം മനസ്സിലാക്കുക, ക്രൂശ് ദൈവത്തോട് നഷ്ടപ്പെട്ട മനുഷ്യനെ നിരപ്പിക്കുന്ന ദൈവപ്രവൃത്തിയായി മാറുകയാണ്. 2 കൊരിന്ത്യലേഖനം 15-ാം അധ്യായം 2 കൊരിന്ത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രൂശ് നമ്മെ നിരപ്പിക്കുന്നു. അതെ, പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ എന്നെയും നിങ്ങളെയും ക്രൂശ് നിരപ്പിക്കുകയാണ്. 4-മതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപത്തെയും അതിൻ്റെ ശക്തിയെയും ശാപത്തെയും അതിൻ്റെ ശക്തിയെയും തകർത്ത് ക്രൂശിലൂടെ കർത്താവ് നമുക്കായി ജയം നേടി. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതെ, ക്രൂശിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരു ശിക്ഷാവിധിയും ഇല്ലാതെ വണ്ണം ഓരോരുത്തരെയും കർത്താവ് വീണ്ടെടുക്കുവാനിടയായി തീർന്നു. പിന്നെയും നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം അവിടെ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തോട് നിരപ്പ് നൽകി നമ്മെ ദൈവമക്കളാക്കി തീർത്തു. അതെ, ദൈവിക പദ്ധതി ലോകത്തിൽ നിന്ന് പിശാച് തകിടം മറിച്ചപ്പോൾ, പൈശാചിക അധികാരങ്ങൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ദൈവത്തോട് നിരപ്പ് നൽകി ക്രിസ്തുവിൽ തൻ്റെ അവസാനത്തെ രക്തം വരെയും യേശു നമുക്ക് വേണ്ടി ഒരുക്കി നമ്മളെ മക്കളാക്കി, അവകാശികളാക്കി, അധികാരികളാക്കി, സ്വർഗീയ പൗരന്മാരാക്കി. അതെ, ഈ ലോകം ഇന്ന് ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കുമ്പോൾ നാം തിരിച്ചറിയുക, ഒരിക്കൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉയർത്തെഴുന്നേറ്റ്
താൻ മധ്യസ്ഥതയണച്ച് ജീവിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ധൈര്യമായി നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് ഓരോ ദിവസവും ജയാളികളായി നമ്മെ നടത്തി അനുദിന ജീവിതയാത്രയിൽ നമ്മെ ശക്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാകുമ്പോൾ നമ്മളിൽ ഓരോരുത്തർക്കും, അത് വിശ്വസിക്കുന്ന നമ്മളിൽ ഓരോരുത്തർക്കും ദൈവശക്തിയായി തീരേണ്ടതിന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.